വയനാട് മുത്തങ്ങയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു അപകടം ഉണ്ടായി. 11 വയസ്സുകാരനായ മനു എന്ന കുട്ടി സ്കൂള് വിട്ട് വീട്ടിൽ വന്ന ശേഷം വീട്ടിലിരുന്ന സൈക്കിൾ എടുത്ത് പുറത്തേക്ക് പോയപ്പോൾ ഒരു മരക്കുറ്റിയിലിടിച്ച് അപകടം സംഭവിക്കുന്നു. മരക്കുറ്റിയിലിടിച്ച് ഈ 11കാരൻ നിലത്ത് വീഴുന്നു. ഇടതു തുടയിൽ വലിയ മാരകമായ മുറിവേറ്റ് ചോര വാർന്നു പോകുന്നു. അങ്ങനെ എണീക്കാൻ വയ്യാതെ റോഡിൽ നിന്ന് തെറിച്ച് വീണ് ഒരു 30 മീറ്ററോളം താഴ്ചയിലാണ് ഈ പയ്യൻ കിടക്കുന്നത്. വീട്ടുകാർ അറിഞ്ഞു. ഈ ചെരുപ്പ് കണ്ടിട്ടും സൈക്കിൾ കണ്ടിട്ടുമൊക്കെ ഈ മനുവാണ് ഇത് കാട്ടുനായ്ക്ക സമുദായത്തിൽപ്പെട്ട മുത്തങ്ങയിലെ ഉന്നതിയിലെ ബിനുവിൻ്റെയും അതുപോലെ തന്നെ ചക്കിയുടെയും മകനാണ് എന്ന് മനസ്സിലാക്കി ആളുകൾ വിളിച്ചു പറഞ്ഞു. ഈ ബിനു വേഗം സ്ഥലത്തെത്തി മകനെ തോളിലെടുത്തിട്ടു. അപ്പോഴും ചോര വാർന്നു പോകുന്നുണ്ട്. അപ്പോഴേക്കും ഏകദേശം 5:30 മണിയായി. 5:30 മണിയോടുകൂടി തന്നെ ഹൈവേ പോലീസ് സ്ഥലത്തെത്തി. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ചോര വാർന്നിങ്ങനെ ഒഴുകുന്നു. കുട്ടിയാണ്. പോലീസ് പറഞ്ഞു നിങ്ങൾ ആംബുലൻസിനെ വിളിച്ചു. അപ്പോൾ ബിനു പറഞ്ഞു ഞങ്ങൾ വിളിച്ചു സാറേ, ഇതുവരെ വന്നില്ല. അങ്ങനെ 1 മണിക്കൂർ ഈ മകനെയും ചുമലിലിട്ട് ഈ അച്ഛൻ അവിടെ നിൽക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ചോര വാർന്നൊഴുകി നിലവിളിക്കുന്ന ആ മനു എന്ന 11കാരന്റെ നിലവിളി കേട്ടുകൊണ്ട് ചെവി പൊട്ടിയ പൊട്ടന്മാരെ പോലെ ഹൈവേ പോലീസ് അവിടെ നിന്നു. സാറേ, ഈ കുട്ടിയെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാമോ ഈ വണ്ടിയിൽ? ബിനു പലതവണ പോലീസിനോട് ചോദിച്ചു. പോലീസ് എന്ത് പറഞ്ഞു? ഇല്ല, ഞങ്ങളുടെ വണ്ടിയിൽ രക്തക്കറയാകും. പോലീസുകാർക്ക് വണ്ടി കൊടുത്തിരിക്കുന്നത് പിന്നെ എന്തിനാണ്? എക്സ്കർഷൻ പോകാനാണോ? ടൂർ പോകാനാണോ? ഇങ്ങനെ പ്രത്യേകിച്ച് ഹൈവേ പോലീസിന് അപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ഓടിയെത്തേണ്ടതാണ് ഹൈവേ പോലീസ് എന്ന് ഹൈവേ പോലീസിനെ നിയോഗിച്ച ഉന്നതർക്കറിയാം. ഹൈവേ പോലീസ് പക്ഷേ വയനാട് മുത്തങ്ങയിൽ അവൻ ആദിവാസി ചെറുക്കനല്ലേ, കാട്ടുനായ്ക്ക സമുദായത്തിൽപ്പെട്ടവനല്ലേ എന്ന് ചിന്തിച്ചു കാണും. ആദിവാസി പരിക്കേറ്റ് കിടന്ന ഞങ്ങൾക്കെന്ത്? ആദിവാസിയുടെ ചോര വണ്ടിയിൽ, സർക്കാർ വണ്ടിയിലാക്കാൻ പറ്റുമോ? പോലീസ് വണ്ടിയിലാക്കാൻ പറ്റുമോ? വേണ്ട, ആംബുലൻസ് വരട്ടെ. 6:30 മണിയായി. ആംബുലൻസ് എത്തി. 1 മണിക്കൂർ നേരം പരിക്കേറ്റ് എത്രാമത്തെ മണിക്കൂറിലാണ് അച്ഛൻ സ്ഥലത്ത് എത്തിയതെന്ന് വ്യക്തമല്ല. വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന ശേഷമാണ് അപകടം സംഭവിക്കുന്നത്. അച്ഛൻ വന്നു. 5:30 പോലീസും എത്തി. ഈ മകനെയും തോളിലിട്ട് വിതുമ്പി പൊട്ടിയ അച്ഛനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിൽക്കാതെ ആംബുലൻസിൽ കുട്ടിയെ ഇട്ട് പെട്ടെന്ന് ആംബുലൻസ് ആശുപത്രിയിലെത്തി. ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രിയിലെത്തി. അവിടെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു മനു മരിച്ചുപോയി. ഒരു 5 മിനിറ്റ് മുന്നേ നിങ്ങൾ ഈ കുട്ടിയെ ഈ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ആ മകനെ രക്ഷിക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയുമായിരുന്നുവെന്ന് ഡോക്ടർ പറയുമ്പോൾ ബിനു എന്ന അച്ഛന്റെ നെഞ്ചു പൊട്ടിപ്പോയി. എന്റെയും നിങ്ങളുടെയും നെഞ്ചും പൊട്ടിപ്പോകും ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ. പിഞ്ചോമനകളെ ലാളിച്ച് അവരെ നിർവഴിക്ക് നയിച്ച് വളർത്തുന്ന അച്ഛനമ്മമാരുള്ള നാട്ടിൽ ആ അച്ഛനും അമ്മയ്ക്കും നെഞ്ചു പൊട്ടിപ്പോകും. പോലീസുകാർക്ക് കണ്ണില്ലേ കാതില്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോകും. ഇവിടെ വന്നത് വേറെ ആർക്കും സുരക്ഷാ ഡ്യൂട്ടിക്ക് പോയ പോലീസുകാരല്ല, VIP-കൾക്ക് സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസുകാരല്ല. ഹൈവേയിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ, വാഹനാപകടങ്ങൾ സംഭവിച്ചാൽ ഓടിയെത്തണമെന്നും അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ എത്തിക്കണമെന്നും അവരുടെ ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പെരുമാറണമെന്നും നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള പോലീസ് സേനയിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് വണ്ടിയുമായി എത്തിയത്. എന്നിട്ട് ആ പിഞ്ചുവാലൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ണിൽ ചോരയില്ലാതെ കണ്ടുകൊണ്ട് നിന്ന ഈ പോലീസുകാരെ ശ്രീ രമേശ് ചെന്നിത്തല സസ്പെൻഡ് ചെയ്യണം, ദൂരെ കളയണം, തൊപ്പി തെറിപ്പിച്ചു കളയണം. ഇമാതിരി വേലയ്ക്കല്ല പോലീസിനെ എടുത്തു വച്ചിരിക്കുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പോലീസുകാർ നാഴികയ്ക്ക് 40 വട്ടം ബോധവൽക്കരണവുമായി രംഗത്തിറങ്ങും. അപകടത്തിൽ പരിക്കേറ്റവരെ കണ്ടു നിൽക്കുന്നവർ ചുമ്മാ കൂടി നിന്ന് മൊബൈലിൽ വീഡിയോ ഒന്നും എടുക്കരുത്, നിങ്ങൾ പെട്ടെന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കണം. ആളുകളെ ഹിറ്റ് ആൻഡ് ഡ്രൈവ് എന്ന് കേട്ടിട്ടില്ലേ? ഇടിച്ചു തെറിപ്പിച്ചിട്ട് കടന്നു കളയുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആരെങ്കിലും കാണുകയില്ല. ആ വണ്ടികളെ കണ്ടെത്താനൊക്കെ സഹായിക്കണം എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ വലിയ മുഴങ്ങുന്ന ശബ്ദത്തിൽ, മുഴങ്ങുന്ന ഒച്ചത്തിൽ വിളിച്ചു പോവാറുണ്ട്. എന്നാൽ മുത്തങ്ങയിൽ എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങളുടെ ഉള്ളിലെ നന്മ അസ്തമിച്ചു പോയോ? നന്മയുള്ള ലോകമേ എന്നും നന്മയുള്ള കേരളമെന്നും കരളുറപ്പുള്ള കേരളമെന്നും ഒക്കെ കേരളത്തെ കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ പാടി നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരും കേട്ടുകൊള്ളുക. ഇതാണ് നമ്മുടെ കേരളം. 11കാരൻ ആദിവാസി ബാലൻ ചോരവാർന്ന്
ചോരവാർന്ന് സ്വന്തം പിതാവിന്റെ തോളിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് കണ്ടിട്ടും ഹൈവേ പോലീസ് ആ ബാലനെ ആശുപത്രിയിൽ എത്തിക്കാൻ അവരുടെ വാഹനത്തിന്റെ ഡോർ ഒന്ന് തുറന്നു കൊടുത്തില്ല എന്ന് പറയുമ്പോൾ കേരളം നാണിച്ച തല കുനിക്കണം. ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയും നാണിക്കേണ്ടി വരും. ജനങ്ങൾ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കും, നിങ്ങൾ അട്ടപ്പാടിയിലെ മധുവിനെ പോലെ മധുമാർ ആവർത്തിക്കാനാണോ ശ്രമം നടത്തുന്നത് UDF സർക്കാരെ എന്ന് നിങ്ങളുടെ മുഖത്തു നോക്കി ചോദിക്കും. അത്രമാത്രം ക്രൂരതയാണ് ആ മനുവിനോട് പോലീസുകാർ കാണിച്ചത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.